2021 പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലറായ ദി വുമൺ ഇൻ ദ വിൻഡോ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ന്യൂയോർക്കിലെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. എഗ്രോഫോബിയ ഉള്ളത് കൊണ്ട് തന്നെ വീടൊക്കെ അടച്ച് എപ്പോഴും അവൾ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ അവൾ സമയം ചെലവഴിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള കുടുംബത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ കഥാനായികയായ ആനയാണ് കാണിക്കുന്നത്. അവളൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. അവൾ അവളുടെ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത്. കൂട്ടിനൊരു പൂച്ചയുമുണ്ട്. ആള് ഡിവോഴ്സ്ഡും കൂടിയാണ്. കൂടാതെ ആനയുടെ വീട്ടിലെ ബേസ്മെന്റിൽ ഡേവിഡ് എന്നൊരുത്തനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് എഗ്രോഫോബിയ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. പിന്നെ പാസ്റ്റിൽ നടന്ന ചില സംഭവത്താൽ അതിന്റെ ഡിപ്രഷനും കൂടിയുണ്ട്. അഗ്രോഫോബിയ ഉള്ളത് കൊണ്ട് തന്നെ ഇവൾ അധികം പുറത്തിറങ്ങാറില്ല. ക്രൗഡ് ഇവൾക്ക് ഭയങ്കര പേടിയാണ്. എപ്പോഴും വീടിനകത്ത് ഒറ്റയിരിപ്പ. ഈ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഇവള് പുറത്തിറങ്ങി വർക്കൊന്നും ചെയ്യാറില്ല. ഓൺലൈൻ വഴിയാണ് കൗൺസിലിംഗ് ഒക്കെ കൂടുതലും കൊടുക്കാറ്. ഇവളുടെ വേറൊരു ഹോബി എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ബോസ്റ്റണിൽ നിന്ന് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. ഒരു ആലിസ്റ്റർ എന്ന് പറഞ്ഞ ആളും അയാളുടെ ഫാമിലിയും. ആലിസ്റ്റർ ബോസ്റ്റണിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. ഇപ്പൊ അയാൾ അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഇവിടെ ന്യൂയോർക്കിൽ വന്നിട്ടാണുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, ആ ഫാമിലിയെ ആകെ മൊത്തം എന്തോ വശപിശക് ഉള്ളതുപോലെ തോന്നിയത് കൊണ്ട് അവരെ ക്യാമറയിലൂടെ ഒബ്സർവ് ചെയ്യലാണ് പുള്ളിക്കാരിയുടെ മെയിൻ പണി. അപ്പൊ ഇവൾക്ക് ഈ ആൻസൈറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇവൾ കാർലോ എന്ന് പറയുന്ന വേറൊരു സൈക്കോളജിസ്റ്റിന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. കാർലോ ഡെയിലി വിളിച്ചിട്ട് ഇവളോട് വീടിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചിരിക്കാതെ വല്ലപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവൾ അതൊന്നും കേൾക്കില്ല. ആൾക്ക് ഈ വെളിച്ചം തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും. അപ്പൊ ഈ കാർലോക്ക് ഇവളിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന കാര്യമൊക്കെ അറിയാം. എന്നിട്ട് അവളോട് നീ ഇങ്ങനെ അവരെ ഒബ്സർവ് ചെയ്യുന്ന കാര്യം അവർക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചതെന്ന് ആനെ അങ്ങോട്ട് ചോദിക്കുന്നു. അല്ല, ഈ പുതിയ താമസക്കാർ ആരൊക്കെയാ? ഓ അതോ, അത് ആലിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ ഫാമിലിയും. പക്ഷേ ഇന്റർനെറ്റിൽ ഞാൻ അയാളെ പറ്റി നോക്കിയ സമയത്ത് അയാളെ കുറിച്ചൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്കെന്തോ അയാൾ അത്ര നല്ലതല്ല എന്നൊരു തോന്നലെന്ന് ഇവൾ പറയുമ്പോൾ എന്തേലും കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് നമ്മളുടെ ഡിപ്രഷൻ കുറക്കാൻ സഹായിക്കുമെന്ന് കാർലോ അങ്ങോട്ട് പറയുന്നു. അവിടുന്ന് കേട്ട അടുത്ത സീനിൽ ഡോർബെല്ല് കേട്ട് ആന വാതിൽ തുറക്കുന്നു. അപ്പൊ അത് ആലിസ്റ്ററിന്റെ മകനായ ഈതനായിരിക്കും. അവനെ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം അമ്മ തന്നയച്ചതാണെന്ന് പറഞ്ഞ് ലാവൻഡർ കാൻഡിൽ കൊടുക്കുന്നു. ഓ, സത്യത്തിൽ നിങ്ങൾക്കിത് ഞാനാ തരേണ്ടത്. നിങ്ങളാണല്ലോ ഇവിടേക്ക് താമസം മാറി വന്നതെന്ന് ആന പറയുന്നു. അന്നേരം അവിടെ ആനയുടെ ഫാമിലി ഫോട്ടോ കണ്ട് ഈതൻ ഇവർ ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് അവള് പറയുന്നു. അപ്പൊ ഏനക്ക് അവനോട് സംസാരിക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ പേടിയും സങ്കടവും ഒക്കെ ഉള്ളതുപോലെ ഇവക്ക് തോന്നുന്നുണ്ട്. അവൻ എന്തോ തീരെ ഓക്കെ അല്ലാത്തത് പോലെയൊക്കെ. ഈതൻ, നീ ഓക്കെ അല്ലേ? നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറ. എന്തേലും നിനക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ തുറന്നു പറയാമെന്ന് അവൾ പറയുന്നു. അല്ല, ഞാൻ ഈ നാട്ടിൽ പുതിയതാണല്ലോ, എനിക്കിവിടെ ആരെയും അങ്ങനെ പരിചയമില്ല. ഓ അതാണോ? അതിനിപ്പോ എന്താ, നിനക്കിപ്പോ എന്നെ അറിയാമല്ലോ, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ സംസാരിച്ച് ആന അവനോട് നല്ല കമ്പനി ആകുന്നുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ ഹാലോവിൻ ആയതുകൊണ്ട് തന്നെ ആ നാട്ടിലെ തലതെറിച്ച കുറച്ച് പിള്ളേര് കൂടിയിട്ട് ആനയുടെ വീട്ടിലെ വിൻഡോയിലും ഡോറിലുമൊക്കെ മുട്ട കൊണ്ടെറിഞ്ഞ് ആകെ മൊത്തം വൃത്തിയേടാക്കുന്നു. പിള്ളേരോട് അവിടുന്ന് പോകാൻ വേണ്ടി ഇവൾ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കില്ല. പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് അവസാനം അവരെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടി അഗ്രോഫോബിയ ഉണ്ടായിട്ട് വാതിൽ തുറക്കലും പുറത്തു നിന്ന് വെളിച്ചം അവളുടെ നേർക്കടിക്കുന്നു. അപ്പോഴേക്കും ഇവളുടെ ബോധം പോകുന്നു. വെളിച്ചം കണ്ടാൽ ഇവളുടെ അവസ്ഥ ഇങ്ങനെയാ. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഇവൾക്ക് ബോധം വരുമ്പോൾ കാണുന്നത് അവളുടെ അടുത്തായിട്ട് ഒരു സ്ത്രീ ആയിരിക്കും. അപ്പൊ ആ സ്ത്രീ, ഞാൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു, അപ്പോഴായിരുന്നു പിള്ളേര് നിന്റെ വീടിന് മുമ്പിൽ മുട്ടയൊക്കെ എറിഞ്ഞ് വൃത്തികേടാക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ നീ ബോധം കെട്ട് വീഴുന്നതും ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പോഴായിരിക്കും മാനയ്ക്ക് ഈ സ്ത്രീ വേറെ ആരുമല്ല അപ്പുറത്തെ വീട്ടിലെ ആലിസ്റ്ററിന്റെ ഭാര്യയായ ജെയിൻ ആണെന്ന് മനസ്സിലാവുന്നേ. അങ്ങനെ ആന അവളോട് ഓരോന്നും സംസാരിച്ചിട്ട് ഇവിടെ ഈതൻ വന്ന കാര്യങ്ങളും പിന്നീട് അവൾക്ക് അഗ്രോഫോബിയ ഉള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നു. ശേഷം ജെയിൻ അവളോട് അവളുടെ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണ്, ഒരു മകളുണ്ട്, അവൾ എന്റെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെയാണ്, സെപ്പറേറ്റഡ് ആണെങ്കിലും ഞാനിപ്പോഴും അവരോട് സംസാരിക്കാറുണ്ടെന്ന് ആന പറയുന്നു. ശേഷം ആന ജെയിനിന്റെ കമ്മൽ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഈ കമ്മൽ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് തന്നതാണ്. അത് കേട്ട് ആന ഈ കാര്യം ആലിസ്റ്ററിന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ലില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് സംശയരോഗമാണ്, ആള് വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പാണ്,
ഞങ്ങളുടെ ഫാമിലി തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ജെയിൻ പറയുന്നു. ശേഷം ജെയിൻ താൻ വരച്ചതാണെന്ന് പറഞ്ഞ് ആനയ്ക്ക് ഒരു ഡ്രോയിങ് കൊടുക്കുകയാണ്. അങ്ങനെ ജെയിൻ പോയി കുറച്ച് സമയത്തിന് ശേഷം ആലിസ്റ്റർ ആനയുടെ വീട്ടിൽ പോയിട്ട് സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഇന്നെന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ആന കള്ളം പറയുന്നു. ജെയിൻ വന്ന കാര്യമൊന്നും അവൾ അവിടെ പറയില്ല. എന്നാൽ ഈ ആന പറഞ്ഞതൊന്നും ഇങ്ങേർക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ആന അവളുടെ പൂച്ച കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവൾ മെല്ലെ പോയി നോക്കുന്നു. അപ്പൊ വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ടെന്ന് ഇവക്ക് മനസ്സിലാവുകയാണ്. അവള് പേടിച്ചുകൊണ്ട് വേഗം എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. എന്നിട്ട് ആരോ തന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ കയറിയത് വേറെ ആരുമല്ല, ഡേവിഡ് ആണ്. അവൻ അവിടുന്ന് എന്തോ പരതുകയാണ്. അത് കണ്ട് ആന ഫോണിൽ സോറി സാർ, ഇതെനിക്ക് അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഞാൻ ഡോർബെൽ അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ആരെയും കണ്ടില്ല, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. ഡേവിഡ്, നീ എന്തീ പരതുന്നേ എന്ന് ആന ചോദിക്കുമ്പോൾ ഓ അത് അപ്പുറത്തെ ആലിസ്റ്റർ അയാളുടെ വീട്ടിലെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്തേലും ടൂൾ കിട്ടുമോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തേലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ ആന അവനൊരു കത്തി കൊടുക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ഹസ്ബൻഡിന്റെ കൂടെയുള്ള പഴയ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഒരു സ്ത്രീയുടെ അലർച്ച ആന കേൾക്കുന്നു. അപ്പൊ അത് ആലിസ്റ്ററിന്റെ വീട്ടിൽ നിന്നാണെന്ന് ഇവക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി സമയം കളയാതെ ഇവൾ ഈദനെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഈദനും. പക്ഷേ അവന്റെ ശബ്ദത്തിൽ തന്നെ എന്തൊക്കെ പേടിയുള്ളതുപോലെ ഇവക്ക് തോന്നുന്നുണ്ട്. അന്നേരം ജെയിൻ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത് ഇവൾ കാണാൻ ഇടയാകുന്നുണ്ട്. ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കുമിഞ്ഞു കൂടുകയാണ്. ഇവക്കാണെങ്കിൽ എന്താ അത് കേട്ടതെന്ന് അറിയാനായിട്ട് ഉറക്കവും വരുന്നില്ല. ശേഷം അവൾ അപ്പൊ തന്നെ ആലിസ്റ്ററിനെ വിളിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കുറച്ചു മുമ്പ് കേട്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കുന്നു. എന്തലർച്ച, ഏതലർച്ച? ഇവിടെ ഞാനും എന്റെ മകനും മാത്രമാണുള്ളത്, ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്ന് ആലിസ്റ്ററും. അപ്പൊ അയാളുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇവളുടെ സംശയം ഇരട്ടിക്കുന്നുണ്ട്. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു ഹാമറും ഉള്ളതായിട്ട് ഇവൾ ഇവിടുന്ന് കാണുകയാണ്. പിന്നീട് ഞാൻ ഡേവിഡിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഡേവിഡ് ആണെങ്കിൽ ഞാൻ പാട്ട് കേൾക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊന്നും കേട്ടില്ല എന്നായിരിക്കും പറയുക. അപ്പൊ ഇവൾക്കത് അത്ര പെട്ടെന്ന് വിട്ടുകളയാനാകില്ല. ശേഷം അവൾ അവളുടെ ക്യാമറയിലൂടെ ആലിസ്റ്ററിനെ നോക്കുന്ന സമയത്ത് അയാൾ ഇതിന് വല്ലാതെ വഴക്ക് പറയുന്നത് കാണുന്നു. ഇതോടെ ഇവൾക്ക് സംശയത്തിന് മേലെ സംശയമാകുന്നു. തുടർന്ന് ഈദൻ ആലിസ്റ്റർ അവനെ വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ആനയുടെ അടുത്തേക്ക് നേരെ പോകുന്നു. ആന അവനോട് വീട്ടിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് ആൻസർ പറയാതെ എന്റെ അച്ഛൻ ആളൊരു മോശമൊന്നുമല്ല, പക്ഷേ സ്ട്രെസ് വന്നാൽ ആളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ നിന്റെ അമ്മ ഇപ്പൊ ഓക്കെ ആണോ എന്ന് ആന ചോദിക്കുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നു, എന്തൊക്കെ പ്രശ്നം വീട്ടിലുണ്ടായാലും അവസാനം അമ്മ അച്ഛന്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ എന്ന് അവനും. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ആന പതിവ് പോലെ ആലിസ്റ്ററിന്റെ വീട്ടിൽ നോക്കുന്ന സമയത്ത് ജെയിൻ ആരോടോ ബഹളം വെക്കുന്നത് ഇവൾ ഇവിടുന്ന് കാണുന്നു. അല്ല, ഇതാരോടെ ഇവൾ ഇങ്ങനെ വഴക്കിടുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ആന അവളുടെ ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ആരോ കത്തി കൊണ്ട് ജെയിനിനെ കുത്തുന്നതാണ്. ഇതൊക്കെ കണ്ട് ഇവളുടെ കയ്യും കാലും വിറക്കുന്നുണ്ട്. അവൾ ഒന്നും നോക്കാതെ വേഗം ഓടിപ്പോയി ഈദിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കോൾ കണക്ട് ആകില്ല. പേടിച്ച് വിറച്ച് ഇവൾ അവസാനം എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളും അവിടുത്തെ അഡ്രസ്സും എല്ലാം പറയുന്നു. അപ്പൊ കോൾ എടുത്ത ആളോ നിങ്ങളാണോ അവരെ കൊന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നു. ആ ബെസ്റ്റ്, ഇയാളോട് ഇനി ഒരു കുന്തം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ കോൾ കട്ട് ചെയ്ത് ആലിസ്റ്ററിന്റെ വീട്ടിൽ നോക്കുന്ന സമയത്ത് ജെയിൻ ഹെൽപ്പ് എന്ന് പറഞ്ഞ് കരയുന്നത് ഇവൾ കാണുന്നു. ശേഷം വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് കൂടി അവൾ വേഗം രണ്ടും കൽപ്പിച്ച് ഒരു കുടയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നു. അന്നേരം റോഡിലൂടെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് ഇവളുടെ നേർക്ക് വരികയാണ്. കുട നല്ലോണം താഴ്ത്തിയത് കൊണ്ട് തന്നെ ഇവൾക്ക് ആ വണ്ടി പോയിട്ട് ആ വഴി പോലും മര്യാദയ്ക്ക് കാണുന്നുണ്ടാകില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയില്ല. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കുറച്ചു നേരത്തിന് ശേഷം ബോധം വരുന്ന ആനയായിരിക്കും കാണിക്കുക. അപ്പൊ അവൾക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയിട്ടുണ്ടാകില്ല. അവൾ നോക്കുമ്പോൾ കാണുന്നത് അവളുടെ വീട്ടിലുള്ള 2 പോലീസുകാരെയാണ്. അവരോട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. സംഭവം ഇവൾ നേരത്തെ എമർജൻസി നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ വന്നതാണ് ഇവർ. ഇവൾ വേഗം തന്നെ അവരോട് ജെയിനിനെ പറ്റി അന്വേഷിക്കുകയാണ്. അന്നേരം പോലീസിനെ കൂടാതെ ആലിസ്റ്ററും അവിടെയുണ്ട്. നീ അതിന് എന്റെ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് ആലിസ്റ്റർ തുറന്നടിച്ചു പറയുന്നു. അന്നേരം ആന മുമ്പ് ജെയിൻ ഈ വീട്ടിൽ വന്നതും അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളുമൊക്കെ പറയുന്നു. എന്നാൽ ആലിസ്റ്റർ അതൊന്നും വിശ്വസിക്കില്ല. പിന്നെ അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിച്ചതോ, ഞാൻ അന്ന് വന്നത് എന്റെ മകൻ ഇവിടെ വന്നായിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയാണ്, അല്ലാതെ എന്റെ ഭാര്യയെ തിരക്കിയല്ല. മാത്രമല്ല അന്ന് നീ എന്നോട് ഇവിടെ ആരും വന്നില്ല എന്നാണല്ലോ പറഞ്ഞതെന്ന് ആലിസ്റ്റർ പറയുന്നു. അവൾ ഇവിടെ വന്നതിന്റെ പേരിൽ നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നതെന്ന് ആനയും. അന്നേരം പോലീസ് അവളോട് നീ കരുതുന്ന പോലെ ജെയിനിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം പറയുന്നു. അപ്പൊ ഇവൾ അത് സമ്മതിക്കില്ല.
ക്യാമറ വഴി അവിടെ കണ്ട കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൂഫിന് വേണ്ടി നീ വല്ല ഫോട്ടോ എങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവളുടെ കയ്യിൽ അതൊന്നും ഉണ്ടാകില്ല. എങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ജെയിൻ എവിടെ? അപ്പോഴേക്കും ജെയിനും അവിടെ എത്തുന്നു. എന്നാൽ അത് മുമ്പ് ഇവളുടെ വീട്ടിൽ വന്ന അതേ ജെയിൻ ആയിരിക്കില്ല, ഇതാള് വേറെയാ. സോറി ആന, നമ്മൾ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല എന്ന് ജെയിൻ പറയുന്നു. ഇവളാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ആകെ മൊത്തം പകച്ചു പോയിട്ടാണുള്ളത്. ഇതിലേതാ സത്യം ഏതാ കള്ളമെന്ന് ഇവക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഇത് ജെയിൻ അല്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ ഇതാണ് ജെയിൻ എന്ന് പറഞ്ഞിട്ടും ഇവള് സമ്മതിച്ചു കൊടുക്കില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈദനെ വിളിക്ക്, അവനറിയാം കാര്യങ്ങളെല്ലാം എന്ന് അവൾ പറയുന്ന ടൈം ഈദനും അവിടെ എത്തുന്നു. എന്നിട്ട് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്റെ അമ്മയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടല്ല എന്ന് അവൻ പറയുന്നു. അല്ല, ഇവനും എന്താ കള്ളം പറഞ്ഞതെന്ന് എനക്ക് മനസ്സിലാകുന്നില്ല. ആലിസ്റ്ററിനാണെങ്കിൽ ഇവളെ എടുത്തെറിയാനുള്ള ദേഷ്യം വരുന്നുണ്ട്. ആലിസ്റ്റർ പോലീസിനോട് സാർ ഇവക്ക് വട്ടാണെന്ന് ആനെ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ട് ജെയിനിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം ആനയോട് ലേഡി പോലീസ്, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയോ കയറി എന്ന് പറഞ്ഞത്? അതെ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് ഇവള് പറയുന്നു. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ഒഫൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ആ ഓഫീസറും. ബട്ട് ഇവക്കാണെങ്കിൽ അവിടെ വോയിസ് ഉണ്ടാകില്ല. ശേഷം അവർ അവിടുന്ന് പോകുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ദിവസം കാർലോയുടെ ആന കഴിഞ്ഞ ദിവസം അരങ്ങേറിയ കാര്യങ്ങളെല്ലാം പറയുന്നു. ആന, ഇത്രയും നടന്നിട്ടും നീ എന്തുകൊണ്ട് തെളിവിനായി അതിന്റെ ഒരു ഫോട്ടോ പോലും എടുക്കാതിരുന്നതെന്ന് കാർലോ ചോദിക്കുമ്പോൾ ജെയിനിനെ എങ്ങനെയും രക്ഷിക്കേണ്ട വെപ്രാളത്തിലും അപ്പോഴത്തെ ആ അവസ്ഥയിലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് പോലുമില്ല. എന്റെ ബുദ്ധിയിൽ അപ്പോൾ അതൊന്നും തോന്നിയില്ല. അല്ല, ഇപ്പൊ നിങ്ങളും എന്നെ സംശയിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ നിന്റെ ഭാഗത്ത് തന്നെയാ, പക്ഷെ അറ്റ്ലീസ്റ്റ് നിനക്കൊരു ഫോട്ടോ എങ്കിലും എടുക്കായിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് പോലീസ് നിന്നെ വിശ്വസിക്കാതിരുന്നതെന്ന് കാർലോ പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടിട്ട് അടുത്ത സീനിൽ ആന ബ്രൗസറിൽ കയറിയിട്ട് ആലിസ്റ്ററിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുന്നു. അപ്പൊ അതിൽ ആലിസ്റ്റർ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവക്ക് കിട്ടുന്നു. എന്നിട്ട് അതിലെ നമ്പറിൽ വിളിച്ചിട്ട് ഇവൾ ആലിസ്റ്ററിനെ പറ്റി അന്വേഷിക്കുന്നു. അപ്പൊ അവർ ആലിസ്റ്റർ ഇവിടെ വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതെന്താ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ അവരുടെ പഴയ ബോസ്റ്റണിലെ ഓഫീസിൽ വിളിച്ച് ചോദിക്കെന്ന് ആ സ്ത്രീ പറയുന്നു. അങ്ങനെ ശേഷം ഇവൾ ട്വിറ്ററിൽ കയറിയിട്ട് ആലിസ്റ്ററിനെ പറ്റിയൊക്കെ നോക്കുന്നു. അപ്പൊ അവൾ അതിൽ കയറി ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു ജിൻ നെയ്സൺ എന്ന് പറഞ്ഞ സ്ത്രീയുടെ പോസ്റ്റ് കാണുന്നു. അപ്പൊ അവരുടെ സിസ്റ്ററായ പാം നെയ്സൺ മരിച്ച സമയത്ത് കൂടെ നിന്ന് ആലിസ്റ്ററിന്റെ കമ്പനിയിലെ എല്ലാവരോടും പ്രത്യേകിച്ച് ആലിസ്റ്ററിനോടും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ആയിരിക്കും അത്. ശേഷം അവൾ പാം നെയ്സിനെ പറ്റി അതിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ സ്ത്രീ ആലിസ്റ്ററിന്റെ പഴയ കമ്പനിയിലെ എംപ്ലോയി ആയിരുന്നു എന്നും ഒരു ദിവസം അവർ അവരുടെ അപ്പാർട്ട്മെന്റിലെ 6ാമത്തെ ഫ്ലോറിൽ നിന്ന് വീണ് മരിച്ച കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാകും. ആനക്ക് ഇതൊക്കെ കണ്ട് ഡൗട്ട് കൂടുന്നു. ശേഷം ഇവൾ ആലിസ്റ്ററിനെ കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവൾ ബോസ്റ്റണിലെ ആലിസ്റ്ററിന്റെ പഴയ കമ്പനിയിൽ വിളിച്ചിട്ട് പാം നൈസീനെ കുറിച്ചും ആലിസ്റ്ററിനും ആ സ്ത്രീയും തമ്മിലുള്ള കണക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ പാം നൈസീൻ ആലിസ്റ്ററിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് അവർ പറയുന്നു. ശേഷം അവർ നിങ്ങൾ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവൾ കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ ആന ഡേവിഡിനെയും തിരക്കിക്കൊണ്ട് ബേസ്മെന്റിൽ പോകുന്നു. എന്നാൽ അവൻ അവിടെ ഉണ്ടാകില്ല. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ലെറ്റർ ഇവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൾ അത് എടുത്ത് വായിക്കുന്ന സമയത്ത് ഡേവിഡ് അവിടെ എത്തുന്നു. അല്ല, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതായിരുന്നു. നീ അപ്പുറത്തെ വീട്ടിലെ ജെയിനിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇവൻ പറയുന്നു. പക്ഷെ നീയല്ലേ അന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ കയ്യിൽ നിന്ന് കത്തിയും കൊണ്ടുപോയത്? അതെ, പക്ഷേ ഞാൻ അന്ന് ഹെൽപ്പ് ചെയ്തത് ആലിസ്റ്ററിനെയാണ്, അല്ലാതെ അവരുടെ വൈഫിനെ അല്ല. നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് തന്നെ പോയി ചോദിക്കെന്ന് ഇവൻ പറയുന്നു. ആനക്കാണെങ്കിൽ ഇവന്റെ റൂമിൽ നിന്ന് ആ ലെറ്റർ കിട്ടിയത് കൊണ്ട് തന്നെ ഇവനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഡേവിഡ് മാസച്യൂസെറ്റ്സിലെ ബാറിൽ വെച്ച് തല്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവനായിട്ട് പോയി തല്ലിയതല്ല, അവരിവനെ തല്ലാൻ വന്നപ്പോൾ അവൻ തിരിച്ചു തല്ലിയതാണ്. അതിന്റെ പേരിൽ ഇവൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലായിരുന്നു കുറച്ചു നാൾ. ആക്ച്വലി ഇവനിപ്പോ പരോളിലാണുള്ളത്. എന്നാൽ ഇവൻ മാസച്യൂസെറ്റ്സിൽ നിൽക്കാതെ ഇവിടെ ന്യൂയോർക്കിലേക്ക് മാറി. അതുകൊണ്ട് പരോളിന്റെ റൂൾസും തെറ്റി. ഇതുകൊണ്ടാണ് ഇവൻ ആരും കാണാതെ ഇവളുടെ ബേസ്മെന്റിൽ താമസിക്കുന്നത്. പക്ഷെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇവനെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ ഇവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ക്യാമറയും എടുത്ത് ആന എന്നത്തെയും പോലെ ആലിസ്റ്ററിന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്നു. അന്നേരം ആലിസ്റ്റർ ഈദനോടും ജെയിനിനോടും എന്തൊക്കെയോ ഒച്ചയെടുത്ത് സംസാരിക്കുന്നതുമൊക്കെ ഇവൾ ഇവിടുന്ന് കാണുകയാണ്. പെട്ടെന്ന് ഇവൾക്കൊരു കോള് വരുന്നു. അപ്പൊ അത് ജെയിൻ ആയിരിക്കും. അതായത് ഇവൾ ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കുന്നത് ജെയിന് മനസ്സിലായി.
കോൾ എടുത്ത ആനയോട് ജെയിൻ ഈ ഒളിഞ്ഞു നോക്കുന്നത് നീ മര്യാദയ്ക്ക് ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ അങ്ങനെ പിറ്റേ ദിവസം ആന എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ പൂച്ചയെ അവിടെ എവിടെയും കാണില്ല. എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. അവസാനം ബേസ്മെന്റിൽ ഉണ്ടാകുമെന്ന് കരുതി ആന ബേസ്മെന്റിലേക്ക് പോവുകയാണ്. അന്നേരം പൂച്ച അവിടെ ഉണ്ടാകും. കൂടാതെ അവിടെയുള്ള ടേബിളിൽ ജെയിനിന്റെ അന്ന് ഇവൾ കണ്ട കമ്മൽ കാണാൻ ഇടയാകുന്നു. അപ്പൊ ആനയ്ക്ക് ഡേവിഡിനോടുള്ള സംശയവും വരാൻ തുടങ്ങുകയാണ്. ശേഷം ഇവളിങ്ങനെ ഡേവിഡിനെ സംശയമുള്ള കാര്യങ്ങളൊക്കെ കാർലോയോട് പറയുന്നു. ആന, നീ ആദ്യം ആലിസ്റ്ററിന്റെ പേര് പറഞ്ഞു, ഇപ്പൊ ഇതാ ഡേവിഡിന്റെയും. ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? നീ ആ മരുന്ന് കുടിക്കുന്നത് കൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ഇല്ലാത്തത് തോന്നുന്നേ. നീ എന്തിനീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നേ? നീ ആദ്യം നിന്റെ ജീവിതം മര്യാദയ്ക്ക് നോക്കെന്ന് അങ്ങേര് പറയുന്നു. ഇവൾക്കാണെങ്കിൽ അത് അത്ര പെട്ടെന്ന് വിടാനും പറ്റുന്നില്ല. അതേസമയം ഈദൻ പുറത്തെ റോഡിലൂടെ പോകുന്നത് ഇവൾ കാണുന്നു. ആന വേഗം വിൻഡോ പൊക്കി, ഈദൻ, നിന്റെ അമ്മയുടെ നീ എന്തിനാ നിന്റെ അമ്മയെ ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്നൊക്കെ ഒച്ചത്തിൽ ചോദിക്കുന്നു. ഇവളിങ്ങനെ ഒച്ചത്തിൽ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ ആൾക്കാരൊക്കെ കേട്ടാൽ എന്താ വിചാരിക്കുക എന്ന് ചിന്തിച്ച് ഇത് നേരെ ആനയുടെ അടുത്ത് പോയിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിളിച്ചു പോകുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ എന്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയോ കണ്ട് കൺഫ്യൂസ്ഡ് ആയതെന്നാണ് ഇവൻ പറയുന്നത്. അത് കേട്ട് ആന, അല്ല, നിന്റെ അമ്മയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. നീ എന്തിനാ നിന്റെ അച്ഛനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് വെപ്രാളത്തോടെയും ഭയത്തോടെയും അത് എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ആ സമയം ആലിസ്റ്റർ പെട്ടെന്ന് വന്ന് ഈദന്റെ മോന്ത നോക്കി ഒരെണ്ണം കൊടുത്തതിന് ശേഷം അവനോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയുന്നു. ആൻ അയാളോട് ഈദനെ അടിച്ചത് ചോദ്യം ചെയ്യുന്നു. എനിക്ക് മടുത്തു, ഇതോടെ നീ നിർത്തിക്കോ. ഇനി മേലാൽ എന്റെ മകനെ കാണാൻ പാടില്ല എന്ന് പറയുമ്പോ ഈദനെ അടിച്ചത് ഞാൻ എന്തായാലും പോലീസിൽ പറയുമെന്ന് ആന പറയുന്നു. ആണോ? നീ പോലീസിനെ വിളിക്കുവോ? എങ്കിൽ വിളി, ഞാനൊന്ന് കാണട്ടെ. കഴിഞ്ഞ ദിവസം നീ തന്നെ പോലീസിനോട് കാര്യം പറഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവരൊന്നും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി മേലാൽ എന്റെ മകന്റെ 7 അയലത്ത് പോലും വന്നു പോകരുതെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ എനക്കൊരു മെയിൽ വരുന്നതായിരിക്കും കാണിക്കുക. ഇവൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവളുടെ ഫോട്ടോ ഇതേ റൂമിൽ നിന്ന് ആരോ എടുത്തതായിരിക്കും കാണുന്നേ. പക്ഷെ ഇതാരാ അയച്ചതെന്ന് ഇവക്ക് മനസ്സിലാകില്ല. ഇതാരുടെ പണിയാണെന്ന് ഓർത്ത് ഇവൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. തുടർന്ന് ഇവൾ ഡിറ്റക്റ്റീവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് ഈ വീട്ടിൽ ഇത് ആരോ കയറിയിട്ട് ചെയ്ത പണിയാണെന്നും എന്റെ അടുത്തല്ലാതെ ഡേവിഡിന്റെ അടുത്ത് മാത്രമാണ് ഈ വീടിന്റെ കീ ഉള്ളതെന്നും പറയുന്നു. അപ്പോ വീട്ടിൽ ആരും കയറിയതിന്റെ ഒരു തെളിവും ഇവർക്ക് കിട്ടില്ല. അതേസമയം ആലിസ്റ്ററും ജെയിനും അവിടെ വരുന്നു. എന്നിട്ട് ആലിസ്റ്റർ ഡിറ്റക്റ്റീവിനോട് ആനയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവൾ എന്നെ പറ്റി അന്വേഷിക്കാൻ എന്റെ ഓഫീസിൽ വരെ വിളിച്ചു തുടങ്ങി. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇവൾ ചുമ്മാ ഞങ്ങളുടെ പിറകെ കൂടിയിരിക്കുകയാ എന്നൊക്കെ അയാൾ പറയുന്നു. അന്നേരം ആന ആലിസ്റ്റർ ഈദനെ തല്ലിയ കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റീവിനോട് പറയുന്നു. അത് കേട്ട് ഞാൻ ആരെയും തല്ലിയിട്ടില്ല, ഇവൾ നുണ പറയുകയാണെന്ന് ആലിസ്റ്ററും. അന്നേരം ആന ഈ ആലിസ്റ്റർ പറയുന്നത് മുഴുവനും കള്ളമാണെന്നും ജെയിൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അന്ന് ജെയിൻ ഈ വീട്ടിൽ വന്നപ്പോൾ ആനയ്ക്ക് അവൾ വരച്ച് ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങ് ഡിറ്റക്റ്റീവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഡിറ്റക്റ്റീവ് ഇതൊരു സോളിഡ് പ്രൂഫ് അല്ല എന്ന് പറയുന്നു. അതേസമയം ഡേവിഡ് അവിടെ വരികയാണ്. അവനെ കണ്ട ഡിറ്റക്റ്റീവ് അവനോട് കഴിഞ്ഞ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഒരാവശ്യത്തിന് വേണ്ടി കനേറ്റിക്റ്റിലായിരുന്നു എന്ന് പറയുന്നു. അന്നേരം മാന ഡേവിഡിനോട് ജെയിനിന്റെ കമ്മൽ നിന്റെ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ അവിടെ വന്നേ എന്ന് ചോദിക്കുന്നു. അത് ജെയിനിന്റെ ഒന്നുമല്ല, അത് എന്റെ ഗേൾഫ്രണ്ട് കാത്തിയുടേതാണ്. ഞാനൊരു ദിവസം അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ അത് ഇവിടെ വെച്ച് മറന്നു പോയതായിരിക്കുമെന്ന് ഇവൻ പറയുന്നു. ആന എത്രയൊക്കെ കാര്യങ്ങളുടെ കിടപ്പിൽ ഇവരോട് പറയാൻ ശ്രമിച്ചിട്ടും ഒരു പൂച്ചക്കുട്ടി പോലും കേൾക്കുകയോ മനസ്സിലാക്കുകയും ചെയ്യില്ല. ഈദൻ ആ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവൻ അവിടെ ഓക്കെയല്ല. ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്ക്. എനിക്ക് വട്ടില്ല. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിശ്വസിച്ചേനെ, എന്നെ ഹെൽപ്പ് ചെയ്തേനെ എന്ന് അവൾ പറയുന്നു. അപ്പോഴായിരിക്കും ഡിറ്റക്റ്റീവ് ആന നിന്റെ ഹസ്ബൻഡ് ഓൾറെഡി മരിച്ചു എന്ന സത്യം പറയുന്നേ. ഇത്രകാലം ഇവളുടെ ഹസ്ബൻഡിനോട് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. തന്റെ ഭർത്താവ് മരിച്ചു എന്നുള്ള സത്യം ഇവക്ക് ഇപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ആനക്ക് അവളുടെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ തന്നെ വേറൊരുത്തനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് അവളുടെ ഹസ്ബൻഡിന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ മകളെ തങ്ങളുടെ അകൽച്ച ബാധിക്കരുതെന്ന് കരുതി അവർ എങ്ങനെയൊക്കെയോ ഒരുമിച്ച് ജീവിച്ചതായിരുന്നു. ഒരു ദിവസം
ദിവസം ക്രിസ്മസിന് 3 പേരും കൂടി കറങ്ങാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ആനയുടെ ആ കാമുകന്റെ കോൾ വരുന്നു. അത് കണ്ട് ദേഷ്യം വന്ന അവളുടെ ഭർത്താവ് നിക്ക് ഞാൻ ആ കോൾ എടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ നോക്കുന്നു. എന്നാൽ ഇവൾ ആ ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. അവസാനം അത് പിടിയും വലിയുമായി ആനയുടെ കൺട്രോൾ തെറ്റി അവൾ ഓടിച്ച ആ വണ്ടി അങ്ങ് ആക്സിഡന്റ് ആകുന്നു. അതിൽ അവളുടെ ഹസ്ബൻഡും മകളും മരിക്കുന്നു. തന്റെ ഭർത്താവും മകളും താൻ കാരണമാണ് മരിച്ചതെന്നുള്ള കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങി. തുടർന്ന് അവൾക്ക് ഡിപ്രഷനായി. അത് അവസാനം അഗ്രോഫോബിയ എന്ന കണ്ടീഷനിൽ വരെ അവളെ എത്തിച്ചു. ശേഷം ഡിറ്റക്റ്റീവ് അവളോട് ഞാൻ നിന്റെ ഡോക്ടറിനോട് നിന്നെപ്പറ്റി സംസാരിച്ച സമയത്ത് അവർ എന്നോട് നിനക്ക് ഇങ്ങനെ ഡിപ്രഷൻ ഉള്ള കാര്യവും നീ നിന്റെ ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ കൂട്ടിക്കലർത്തിയാണ് കാര്യങ്ങൾ നോക്കാറുള്ളതെന്നും നീ കഴിക്കുന്ന മരുന്ന് ഹാലുസിനേഷൻ ഉണ്ടാകാൻ കാരണമാകാറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നിന്റെ തോന്നലാണ്. അന്ന് നീ കണ്ടത് ജെയിനിനെ അല്ല എന്ന് പറയുന്നു. അന്നേരമായിരിക്കും ഇവൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നേ. സോറി, എന്റെ സൈഡാ തെറ്റ്, എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് അവൾ അവരോട് പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ടാട്ട് അടുത്ത ഷോട്ടിൽ ആനയുടെ മാനസികാവസ്ഥ അത്രയും വഷളായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സൂയിസൈഡ് ചെയ്യാം എന്ന ഡിസിഷനിൽ അവൾ എത്തുന്നു. ശേഷം എന്റെ മരണത്തിൽ ഡേവിഡിനൊരു പങ്കുമില്ല, അവനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ ഫോണിൽ ഒരു വീഡിയോ എടുക്കുന്നു. ശേഷം അവൾ അവളുടെ ഹെവി പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ പൊടിച്ച് വൈനിൽ മിക്സ് ചെയ്ത് മരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവൾ അവളുടെ മകളുടെയും ഹസ്ബൻഡിനും ഒക്കെ ഫോട്ടോ ഇങ്ങനെ അവസാനമായിട്ട് എടുത്തു നോക്കുകയാണ്. അന്നേരമായിരിക്കും അവൾ അതിലൊന്ന് കാണുന്നേ. അതായത് മുമ്പ് ജെയിൻ ഈ വീട്ടിൽ വന്ന ദിവസം അന്ന് രാത്രി പൂച്ചയുടെ ഫോട്ടോ ഇവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തുണ്ടായ വൈൻ ഗ്ലാസിൽ ജെയിനിന്റെ റിഫ്ലക്ഷൻ ഇവൾ കാണുകയാണ്. ആ നിമിഷം ജെയിൻ ശരിക്കുമുള്ളതാണെന്നും അല്ലാതെ താൻ ഹാലുസിനേറ്റഡ് ആയതല്ല എന്നും ഇവൾ തിരിച്ചറിയുന്നു. ശേഷം ഇവൾ ആ ഫോട്ടോ എടുത്തുകൊണ്ട് നേരെ ഡേവിഡിന് കാണിച്ചുകൊണ്ട് ദാ ഇവളാണ് ജെയിൻ, ഇവളെ പറ്റിയാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇത് ജെയിൻ അല്ല, ഇതാണ് കാത്തി, ഇവളാണ് ഈദിന്റെ ബയോളജിക്കൽ മദർ എന്ന് ഇവൻ പറയുന്നു. അപ്പൊ ഈ കാത്തിയാണ് ഡേവിഡിന്റെ അന്ന് പറഞ്ഞ അവന്റെ കാമുകി, അതായത് ആലിസ്റ്ററിന്റെ എക്സ് വൈഫ്. ആലിസന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കാത്തിക്ക് ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ റീസൺ കൊണ്ട് തന്നെ ഇവൾ ആലിസ്റ്ററിനെയും ഈദിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോയി. അതിനുശേഷമാണ് ആലിസ്റ്റർ ജെയിനെ വിവാഹം ചെയ്തത്. ശരിക്കും നേരത്തെ സീനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാത്തി ഒരിക്കലും ആനയോട് താനാണ് ജെയിൻ എന്ന് പറഞ്ഞിട്ടില്ല. ആനയാണ് അവളാണ് ജെയിൻ എന്ന് തെറ്റിദ്ധരിച്ചത്. പിന്നെ കാത്തി അതങ്ങ് തിരുത്താനും പോയില്ല. ഇത്രയൊക്കെ മനസ്സിലായതിനു ശേഷം ആന അവനോട് എനിക്ക് എന്തായാലും ഈ കാര്യം പോലീസിനോട് പറയണം, നീയും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യ, താനെ അങ്ങ് ചെയ്താൽ മതി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഡേവിഡ് പോയതിനു ശേഷം ഇവൾ എന്തോ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ കാണുന്നത് ഡേവിഡിനെ ഈതൻ കത്തി കൊണ്ട് കുത്തി കൊന്നതാകും. അതുപോലെ കാത്തിയെ കൊന്നതും വേറെ ആരുമല്ല, ഈതനായിരുന്നു. കാരണം ഈതൻ ചെറുപ്പത്തിലായിരുന്ന ടൈം കാത്തി ഡ്രഗ് അഡിക്ഷൻ കാരണം എല്ലാം ഇട്ടെറിഞ്ഞു പോയതാണല്ലോ. തന്നെ ഒറ്റക്കാക്കി പോയതിന്റെ ദേഷ്യമൊക്കെ ഈതന് കാത്തിയോടുണ്ടായിരുന്നു. ഇവൻ തന്നെയാണ് പാം നൈസീനെയും കൊന്നത്. ശരിക്കും പറഞ്ഞാൽ ആളുകൾ മരിക്കുന്നതിൽ ത്രില്ല് കണ്ടെത്തുന്ന ഒരു തരം സൈക്കോപാത്താണ് ഈ ചെറുക്കൻ. പാമിനെ കൊന്നത് ഈതനാണെന്ന് ആലിസ്റ്ററിന് അറിയാം. സോ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആലിസ്റ്റർ ഇവിടെ ന്യൂയോർക്കിലേക്ക് താമസം മാറിയത്. ഈതനെ കാണാൻ വേണ്ടിയാണ് കാത്തി ഡേവിഡുമായിട്ട് റിലേഷൻഷിപ്പ് ആയതും ആനയെ കാണാതെ ആ വീട്ടിൽ നിന്നതും. അന്ന് രാത്രി ഈതനെ കാണാൻ പോയ സമയത്തായിരുന്നു ഈതൻ അവളെ കൊന്നത്. കാത്തിയുടെ ബോഡി മാറ്റാൻ ഈതനെ ഹെൽപ്പ് ചെയ്തത് ആലിസ്റ്ററും. ഇവന്റെ ഈ സൈക്കോ സ്വഭാവം കാരണമാണ് ആലിസ്റ്റർ ഇടക്കിടക്ക് ഇവനിട്ടൊന്ന് കൊടുക്കുന്നത്. ഇവന്റെ നെക്സ്റ്റ് ടാർഗറ്റ് വേറെ ആരുമല്ല, ആനയാണ്. നിങ്ങളാണ് ഡേവിഡിനെ കൊന്നതെന്നേ എല്ലാവരും വിചാരിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ വീട്ടിലെ കത്തിയാണ് ഞാൻ അവനെ കൊല്ലാൻ ഉപയോഗിച്ചത്. ഇനിയിപ്പോ ആരെന്തറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്തായാലും സൂയിസൈഡ് ചെയ്യാൻ പോവുകയല്ലേ എന്ന് ഇവൻ. അപ്പൊ താൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ പണ്ടാരം എങ്ങനെ അറിഞ്ഞെന്ന് ഇവൾ ചിന്തിക്കുമ്പോഴായിരിക്കും ഇവൻ ഇവളുടെ വീട്ടിൽ ഇവളറിയാതെ കുറച്ച് ദിവസങ്ങളായി താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൻ പറയുന്നേ. ഇവൻ തന്നെയാണ് കുറച്ച് ദിവസം മുമ്പ് ഇവളുടെ ഫോട്ടോ എടുത്ത് ഇവക്ക് തന്നെ മെയിൽ ചെയ്തത്. നിങ്ങൾ എന്തായാലും മരിക്കാൻ പോവുകയല്ലേ, അതെനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് കത്തി ചൂണ്ടിക്കൊണ്ട് അവൻ പറയുന്നു. അങ്ങനെ ആന വേറെ വഴിയില്ലാത്തത് കൊണ്ട് മരിക്കാൻ വേണ്ടി അവൾ തയ്യാറാക്കിയ വിഷം കുടിക്കാൻ നോക്കുന്ന ടൈം പെട്ടെന്ന് അവിടെ ഉണ്ടായ വൈൻ ബോട്ടിൽ കൊണ്ട് അവനെ അങ്ങ് അടിച്ച് വീഴ്ത്തി അവിടുന്ന് ഓടിപ്പോകുന്നു. ഈതൻ പിറകെ പോയി അവളെ പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് അവൾ എങ്ങനെയോ പാടുവിട്ട് അവനെ അങ്ങ് ചവിട്ടിയിട്ട് മുകളിലേക്ക് ഓടിപ്പോകുന്നു. അവനും വിടാതെ ഇവളുടെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ അവൾ റൂഫ് ടോപ്പിൽ എത്തുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയായിരിക്കും. ഇവൾക്കാണെങ്കിൽ പുറത്തങ്ങനെ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ആകെ മൊത്തം ടെൻഷൻ അടിച്ച് പേടിച്ചൊരുക്കുകയാണ്.
അന്നേരം മാനെ ലക്ഷ്യമാക്കി മുകളിലേക്ക് വന്ന ഈതൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവളുടെ മുഖത്തങ്ങ് കുത്തുന്നു. ഇവള് വേദന കൊണ്ട് പൊളയുന്നുണ്ട്. എന്നിട്ട് അവളെയും വലിച്ചഴിച്ച് ഇവൻ അങ്ങ് കൊണ്ടുപോകുന്നു. അന്നേരം മാന ഇവനെ പിടിച്ചു മാറ്റാൻ നോക്കുന്ന ടൈം ഇവർ രണ്ടുപേരും കൂടി ഗ്ലാസ് സ്കൈലൈറ്റിന്റെ മുകളിലേക്ക് വീഴുന്നു. അവിടെയും കൊണ്ട് ഇവൾക്ക് ഇവനോടുള്ള ദേഷ്യം തീരത്തില്ല. ആ ഗ്ലാസ് പഴയതായത് കൊണ്ട് തന്നെ ഇവൾ അവനെ ആ ഗ്ലാസ്സിൽ വെച്ച് അങ്ങ് അമർത്തുന്നു. അപ്പൊ തന്നെ അതങ്ങ് പൊട്ടി അവൻ താഴെ വീഴുന്നു. സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ഹോസ്പിറ്റലിലുള്ള ആനയായിരിക്കും കാണിക്കുക. അവളുടെ മുഖത്തൊക്കെ നല്ല പരിക്കുണ്ട്. ഡിറ്റക്റ്റീവും അവളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പൊ അയാൾക്കും എന്താ ശരിക്കും നടന്നത് എന്നൊക്കെ മനസ്സിലായി. ആന, ആലിസ്റ്റർ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കാത്തിയുടെ ബോഡി ഞങ്ങൾക്ക് കിട്ടി. ശരിക്കും ഞങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റ്. നീ അന്ന് പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞങ്ങൾ കാരണമാണ് കാര്യങ്ങൾ ഇത്രയും വഷളായത്. നീ സൂസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച ആ വീഡിയോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾക്ക് അവളുടെ ഫോണും അങ്ങ് കൊടുക്കുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് 9 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുക. ആ ഒരു സംഭവത്തിന് ശേഷം ഇവളുടെ ഈ പുറത്തിറങ്ങാനുള്ള പേടിയൊക്കെ മാറിക്കിട്ടി. ആകെ ഇരുട്ട് നിറഞ്ഞിരുന്ന അവളുടെ വീട്ടിൽ വെളിച്ചം വീശാനും തുടങ്ങി. ശേഷം അവൾ അവിടെ വിട്ട് അവളുടെ പൂച്ചയും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് താമസം മാറുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂവിയായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം.